നമ്മൾ ആദ്യം കാണുന്നത് യുവമോർച്ച നേതാവായിരിക്കുന്ന കാലത്താണ് അല്ലേ? എത്രയോ വർഷം കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു 2006 കാലഘട്ടത്തിലൊക്കെ പരിചയപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. 2003 ഞാൻ ജനറൽ സെക്രട്ടറി ആയി. അല്ല, 2003 ഞാൻ യുവമോർച്ച പ്രസിഡന്റ്. ആ കാലത്താണ്. അതെ, ആ കാലത്ത് 2010 വരെ ഞാൻ 6.5 വർഷം ഞാൻ യുവമോർച്ച പ്രസിഡന്റ്. സമരമുഖത്തായിരുന്നു. 10 മുതൽ 20 വരെ ഞാൻ പാർട്ടി ജനറൽ സെക്രട്ടറി. പിന്നീട് സംസ്ഥാന പ്രസിഡന്റായി. ഇപ്പൊ സംസ്ഥാന പ്രസിഡന്റ് അല്ല. അപ്പൊ ഞാനിങ്ങനെ വിചാരിച്ചു ഇനി മിസോറാം ഗവർണർ കാണുമെന്ന് വിചാരിച്ചു. കാരണം ആ സമയത്ത് ഞാൻ മാതൃഭൂമി വിട്ടിരുന്നു. അപ്പൊ അന്നേരം ഇങ്ങനെ നമ്മള് പൊളിറ്റിക്സ് അങ്ങനെ എന്തായില്ലല്ലോ. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനി മിസോറാം ഗവർണറായിട്ട് പോവോ എന്നൊക്കെ. നമ്മള് അങ്ങോട്ട് പോകുമ്പോ അത്തോളിയില് ഒരു എണ്ണക്കടികളും ചായയും കിട്ടുന്ന ഒരു കടയുണ്ട്. നമുക്ക് പോയാൽ അറിയാം. അത്തോളി കഴിഞ്ഞിട്ട് അത്തോളി എത്തുന്നതിന് മുമ്പ് ചോയ്കുളത്ത് ഒരു പണ്ടയാൾ പറമ്പത്തായിരുന്നു, ഇപ്പൊ അവിടെയാണ്. അതവിടെ ഞാൻ കടയിൽ പോയി ചായ കുടിക്കുമ്പോൾ ഒരു ഉമ്മ വന്നു കുറേ. പിന്നെ ടി വിയിലൊക്കെ നല്ല പരിചയം. മോനൊരു ഗവർണറായി കണ്ടാൽ മതിയെന്ന്. അല്ല, അവര് നിഷ്കളങ്കമായിട്ടാ പറഞ്ഞത്. അപ്പൊ അവരുടെ ഉള്ളിൽ പോലും കേരള BJP പ്രസിഡന്റ് ആയി കഴിഞ്ഞാൽ ഉടനെ ഒരു ഗവർണർ ആവാന്ന്. ഇതോ ഇന്റർവ്യൂ അല്ലല്ലോ, ഇതിപ്പോ നടന്നുകൊണ്ടിരിക്കുകയാണ്. അയ്യോ, ഞാനത് പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഞാൻ സാധാരണ പോലെയാണ് എത്രാമത്തെ തെരഞ്ഞെടുപ്പായിരിക്കും എന്റെയോ? തെരഞ്ഞെടുപ്പ് തുടങ്ങി ഏത് കാലഘട്ടത്തിലായി തെരഞ്ഞെടുപ്പ് ചുമതല വരുന്നത്? ഞാൻ ശരിക്കും ആക്ച്വലി ഒരു തെരഞ്ഞെടുപ്പിന്റെ ചുമതല വഹിക്കുന്നത് ആദ്യമായിട്ട് 2001 CKP മഞ്ചേശ്വരത്ത്. അതായത് ഇപ്പൊ 25 കൊല്ലായി തെരഞ്ഞെടുപ്പ് കാലത്ത്. എന്താ വ്യത്യാസം അന്ന് ഇന്നും? അല്ല, അന്നത്തെ ഒരുപാട് ഒന്നാമത് കമ്മ്യൂണിക്കേഷൻ ഇന്ന് ഭയങ്കര വ്യത്യാസമുണ്ടല്ലോ. അന്ന് നമ്മൾ ഓരോ സ്ഥലത്തും പോയിട്ട് തന്നെ വേണ്ടതില്ല, ഇന്നിപ്പോ അങ്ങനെ ഉണ്ടല്ലോ. അപ്പൊ കൂടുതൽ ആളുകളിലേക്ക് എത്താൻ പറ്റും. എങ്ങനെയുണ്ട് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ്? മോശമില്ല, കാരണം ഒരു വോട്ട് ഷെയറിൽ നല്ല വർധനവ് ഉണ്ടായില്ല 5 വർഷം. അപ്പൊ അതിന്റെ ഒരു പ്രതിഫലനം ഉണ്ടാവും. നമ്മള് ലാസ്റ്റ് എനിക്ക് തോന്നുന്നു കേസിന്റെ അഭിമുഖം എടുത്തത് തദ്ദേശ തെരഞ്ഞെടുപ്പിനാണ് 2020. ആണോ? അതെ അതെ. അന്ന് അതിന് ശേഷം ഒരു ദിവസം വീട്ടിൽ വന്നിട്ടുണ്ട്. അന്നാണ് വീട്ടിൽ വന്നത്. അല്ല, 2020 അത് ആണ് ഞാൻ പ്രസിഡന്റ് ആവുന്നതിനോ? ആ സമയത്ത്. ഇതല്ലേ ആ സമയത്ത്, കോവിഡ് സമയത്തല്ലേ? അപ്പോ അന്നിങ്ങനെ പറഞ്ഞു, അതായത് മേയറായിരിക്കും, BJP മേയറായിരിക്കും, പ്രധാനമന്ത്രിയെ സ്വീകരിക്കുക എന്നുള്ള രീതിയിൽ പറഞ്ഞു. തിരുവനന്തപുരത്തെ അതുണ്ടായില്ല. ഇത്തവണ ഉണ്ടാവോ? അതെന്ന് പറഞ്ഞാൽ നമ്മള് 35 തന്നെ നിന്ന് 12 സീറ്റ് നമ്മൾ തോറ്റു. ഏത് സിറ്റി? നമ്മളെ പ്രതീക്ഷ അനുസരിച്ച് 45-46 സീറ്റ് ഇട്ടുണ്ടായിരുന്നു. അല്ല, ഇത്തവണ നല്ല മുന്നേറ്റമുണ്ടോ? കാരണം വെച്ച് കഴിഞ്ഞാൽ അത് 20 മുതൽ 25 വരെയുള്ള കാലയളവിലാണ് ശരിക്കും നല്ല രീതിയിൽ പാർട്ടി മുന്നോട്ട് പോയത്. ഒരു 20%-നേക്കാൾ കൂടുതൽ വോട്ട് ഷെയർ ഇപ്പം ആയി പാർട്ടിക്ക്. ലോക്കൽ ബോഡിയിൽ നല്ല വർക്ക് നടക്കുന്നുണ്ട്. മാത്രമല്ല, മോദി സർക്കാരിനോട് ഒരു ആഭിമുഖ്യം പ്രധാനമായിട്ടും ജനങ്ങൾ കൂടിയിട്ടുണ്ട്. കാരണം പല സ്കീമുകളും ഫലപ്രദമായിട്ട് ഇവിടെ നടപ്പാക്കാത്തതിൻ്റെ കാരണം തദ്ദേശ സ്ഥാപനങ്ങളും അതുപോലെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും പ്രശ്നമാണ്. അപ്പൊ അത് വോട്ടർമാരെ സ്വാധീനിച്ചിട്ടുണ്ട് നല്ല നിലയിൽ. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് എന്തായിരുന്നു? തിരക്കിലായിരുന്നു? എവിടെയെങ്കിലും പ്രത്യേക ചുമതല? അങ്ങനെ ഞാൻ കോഴിക്കോട് കോർപ്പറേഷൻ്റെയാണ് എനിക്ക് സ്പെസിഫിക് ചുമതല. പക്ഷെ ഞാൻ തിരുവനന്തപുരം, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം ഇത്രയും ജില്ലകളിൽ ഇപ്പോൾ പോയി. ബാക്കി ജില്ലകളിൽ പോയിട്ടില്ല, കാരണം വെച്ചാൽ ഇവിടുത്തെ തിരക്ക് കാരണം. എങ്ങനെയുണ്ട് ഇവിടെയും പൊതുവെ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം തന്നെ നമുക്ക് 7 സീറ്റാണ് ജയിച്ചതെങ്കിൽ 22 സീറ്റിൽ നമ്മൾ സെക്കൻഡായി വന്നു. ജസ്റ്റ് തേർഡ് ഒരു 30-40 വോട്ടിനൊക്കെ തേർഡായ സ്ഥലങ്ങൾ ഒരു 6 എണ്ണം ഉണ്ട് എന്ന് പറഞ്ഞാൽ 22, 6, 28, 7, 35 സീറ്റിൽ ഞങ്ങൾ ആ കാലത്ത് തന്നെ നിർണായകമായിരുന്നു. ഇപ്രാവശ്യം അതിനേക്കാൾ കുറെ അധികം സീറ്റുകൾ സ്ഥാനാർത്ഥിയുടെ മികവ് കൊണ്ട് 5 വർഷത്തെ പാർട്ടി വളർച്ച കൊണ്ടൊക്കെ നല്ല ഞങ്ങൾ ഭരണം പിടിക്കുക എന്നുള്ള പ്ലാനിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. കുറെ വിഷയങ്ങൾ ഇത്തവണ പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടികൾക്ക് പൊതുവെ കണ്ടു. പ്രത്യേകിച്ച് ശബരിമല ഇഷ്യൂ വന്നു. അതിൽ താങ്കളുടെ ഒരു പ്രതികരണം വന്നത് കടകംപള്ളിയുമായി ബന്ധപ്പെട്ടാണ്. കടകംപള്ളിയെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല?
എന്നുള്ളത്. അറസ്റ്റ് ചെയ്യുന്ന പ്രതീക്ഷിക്കുന്നുണ്ടോ? ഉറപ്പായിട്ടും. കാരണം ഈ കേസിന്റെ ഒരു പ്രത്യേകത ഇത് ഹൈക്കോടതി കാര്യമായിട്ട് ഒബ്സർവ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇപ്പോ പല മൊഴികളും ഹൈക്കോടതിയിൽ ഇവർ കൊടുക്കുന്നില്ല. അതായത് SIT പറഞ്ഞിരിക്കുന്നത് മൊഴികളെല്ലാം കോടതിയെ അറിയിക്കണം. ഇപ്പൊ ആദ്യം മുതൽ പോറ്റി മുതൽ മുരാരി ബാബു മുതൽ വാസു എല്ലാവരും പത്മകുമാർ എല്ലാവരും മൊഴി കൊടുത്തിരിക്കുന്ന ഒരു പേര്, പ്രധാനപ്പെട്ട ഒരു പേര് കടകംപള്ളിയുടെ. കാരണം ഇത് രണ്ടുപേര്, വാസു ആയാലും പത്മകുമാർ ആയാലും അവർ പാർട്ടിയുടെ മുതിർന്ന നേതാക്കളാണ്, നല്ല കേഡറുകളാണ്, വലിയ ചുമതലകൾ വഹിച്ചവരാണ്, MLA ആയിരുന്ന ആളാണ് ഒരാള്, മറ്റേ ആള് ഗുരുദാസന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന ആളാണ്. എന്ന് പറഞ്ഞാൽ അവർ പാർട്ടിയിലെ സീനിയർ ആൾക്കാരാണ്. അപ്പൊ അവരൊരു കാര്യം തീരുമാനിക്കുകയാണ്, സ്വർണ്ണ ജമ്പാക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പം തൊട്ട് മുകളിലുള്ള ദേവസ്വം മന്ത്രി അറിയാതെ ഒരിക്കലും അവർക്ക് ചെയ്യാൻ പറ്റില്ല. അതിനപ്പുറത്തുള്ള ബന്ധങ്ങളുണ്ട്. അതുകൊണ്ട് കടകംപള്ളിയുടെയും പോറ്റിയുടെയും ഒരുപാട് ഫോട്ടോസ്, അവരുടെ ഇടപാടുകൾ, ഇതൊക്കെ പോലീസിന് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ഈ ഇലക്ഷൻ മുഖ്യമന്ത്രിയുടെ കൂടെയുള്ള അല്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ മൊഴികൾ അനുസരിച്ച് SITക്ക് ഇയാളെ ചോദ്യം ചെയ്യാതിരിക്കാൻ പറ്റില്ല. കടകംപള്ളി എന്തായാലും ചോദ്യം ചെയ്യും. ഇപ്പൊ ഈ ലോക്കൽ ബോഡി ഇലക്ഷൻ ആയതുകൊണ്ടായിരിക്കണം ചോദ്യം ചെയ്യാത്തത്. അതുകൊണ്ട് ഈ കേസിന്റെ അന്വേഷണം അതുകൊണ്ടാണ് EDക്ക് വിടണമെന്ന് ഞങ്ങൾ പറഞ്ഞത്. ഇപ്പൊ ED FIR ചോദിച്ചിട്ട് ഇവർ കൊടുക്കുന്നില്ല. ഇപ്പൊ കോടതിയിൽ ഇന്നലെ കൊല്ലം കോടതിയിൽ ആദ്യം റാന്നി കോടതിയിൽ ചോദിച്ചപ്പോൾ പറഞ്ഞു ഹൈക്കോടതി അതിന് തടസ്സമുണ്ടെന്ന്. ഹൈക്കോടതിയിൽ ED പോയപ്പോൾ പറഞ്ഞു ഹൈക്കോടതിക്ക് തടസ്സമില്ലെന്ന്, നിങ്ങൾ കൃത്യമായിട്ടുള്ള ആവശ്യം ഉന്നയിച്ച് കീഴ്ക്കോടതിയിൽ നിന്ന് വാങ്ങുന്നു. കൊല്ലം വിജിലൻസ് കോടതിയിൽ ഇന്നലെ ഒരു കാരണവശാലും EDക്ക് കൊടുക്കില്ലെന്ന്. എന്ന് പറഞ്ഞാൽ നേരത്തെ കേന്ദ്ര ഏജൻസികളെ തടസ്സപ്പെടുത്തിയ പോലെ തന്നെയാണ് ഇപ്പോഴും അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? അല്ല, അന്വേഷണം, കാരണം ഒരു FIR ഇട്ട കേസിൽ സാമ്പത്തിക കുറ്റങ്ങൾ അധികം ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ EDക്ക് അന്വേഷിക്കാൻ പറ്റും. പക്ഷെ അതിനെ തടസ്സപ്പെടുത്തി കൊണ്ടുപോകാന്നുള്ള ഒരു സ്റ്റാൻഡാണ് CPM എപ്പോഴും എടുക്കുന്നത്. അതിപ്പോ SFIO കേസിലൊക്കെ അങ്ങനെയാണ് നടന്നത്. പക്ഷെ അന്വേഷണം ശരിയായി പോകും. ഇപ്പോൾ വിമാനത്താവളം കൊണ്ടുവരുന്നു, ടൗൺഷിപ്പ് കൊണ്ടുവരുന്നു, അങ്ങനെ കുറെ കൊണ്ടുവരുന്നു. വളരെ ദുരൂഹമായിട്ട് കുറെ ആൾക്കാർ അതിൽ ഇൻവോൾവ് ആവുന്നു. പിന്നെ അതിന്റെ ഇടയ്ക്ക് അല്ല, എല്ലാത്തിലും ഇടനിലയാണ്. ഇവിടെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ആദ്യമേ മുഖ്യമന്ത്രി എപ്പോഴും പറയുന്ന അവതാരങ്ങളില്ലെന്നാണ്. അവതാരങ്ങളേ ഉള്ളൂ. ഇപ്പോൾ ശബരിമലയിലെ വിമാനത്താവള പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ അത് തന്നെ ഏറ്റവും വലിയൊരു ഡീലാണ്. ആ ഭൂമി സർക്കാരിൻ്റെയാണ്. സർക്കാരിൻ്റെ ഭൂമി ബിലീവേഴ്സ് ചർച്ചിന് ആണെന്ന് പറയുക, എന്നിട്ട് ബിലീവേഴ്സ് ചർച്ചിനോട് ഏറ്റെടുക്കുക, പൈസ കൊടുത്തിട്ട് ഏറ്റെടുക്കുക. അതാണ് പ്രശ്നം. ഗവൺമെന്റ് ഭൂമി അനധികൃതമായി കൈവശം വെച്ചവന്ന് പിടിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ആ അനധികൃതമായി കൈവശം വെച്ചവരൊക്കെ നിയമവിധേയമാക്കിയിട്ട് അവരുടെ അടുത്ത് നിന്ന് തന്നെ പൈസ, വലിയ ഇടപാടാണ് അതിൽ. അതുപോലെയാണ് റോപ്പ് ആയാലും ബാക്കി എല്ലാ കാര്യത്തിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സ്വർണ്ണക്കൊള്ളയുടെ കാര്യത്തിൽ പിന്നെ ഇതൊരു പൊളിറ്റിക്കൽ തീരുമാനമാണ്. കാരണം വെച്ചാൽ ഒരു സ്ഥലത്ത് മാത്രമല്ല പോയിരിക്കുന്നത്. ശരിക്കും ഹൈക്കോടതി ദേവസ്വം ബോർഡുകളുടെ കീഴിലുള്ള അമ്പലങ്ങളിൽ ഒരു ഓഡിറ്റ് നടത്തണം എന്നൊരു ഉത്തരവിട്ടാൽ പല ക്ഷേത്രങ്ങളിലും പോയിരിക്കുന്നു. ഇപ്പൊ നമുക്കൊരു 5-6 ക്ഷേത്രങ്ങളിൽ വന്നു. പ്രധാനപ്പെട്ട സ്വർണവും രത്നങ്ങളൊക്കെ ഉള്ള ക്ഷേത്രങ്ങളിൽ ശരിക്കും പരിശോധിച്ചാൽ എല്ലാം പോയിട്ടുണ്ട്. പ്ലാൻഡ് ആയിട്ടുള്ള ഒരു നീക്കമായിരുന്നു. 2 സംഗതി ഒരേ സമയത്താണ് നടന്നത്. വിശ്വാസത്തിനെതിരായിട്ടുള്ള നവോത്ഥാനം, ഞങ്ങൾ യുവതികളെ പ്രവേശിപ്പിക്കും എന്നുള്ള ദൃഢമായ തീരുമാനം എടുത്ത ആ കാലത്ത് തന്നെയാണ് ഇതും നടന്നത്. അപ്പോൾ ഒന്നുകിൽ വിശ്വാസം തകർക്കുക, അതോടൊപ്പം ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കുന്ന തീരുമാനം അവരെടുത്തിട്ടുണ്ട്. ഇത് വേറൊരു രീതിയിലും കണ്ടില്ലേ? ഇപ്പോൾ കഴിഞ്ഞ ദിവസം തിരുനെല്ലി ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളുടെ ഒരു വിവരം വന്നു. അതായത് അവിടുത്തെ പണം കൊണ്ടുപോയിട്ട് കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറഞ്ഞാല് തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു ബാങ്കിലാണ് ഇട്ടിരിക്കുന്നത്. ഹൈക്കോടതി പറഞ്ഞു, വിശ്വാസികൾ കോടതി പോയപ്പോൾ ഹൈക്കോടതി പറഞ്ഞു 6 മാസത്തിനുള്ളിൽ പൂർണ്ണമായിട്ടും പണം തിരിച്ചു പോകും. അവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. തിരുനെല്ലി എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു ക്ഷേത്രം പോലെയല്ല. പ്രത്യേകിച്ച് മലബാറിൽ നിന്ന് ധാരാളം ആൾക്കാർ ഡെയിലി, 10,000-കണക്കിന് ആൾക്കാർ ഡെയിലി തർപ്പണത്തിന് വരുന്ന ഒരു ക്ഷേത്രമാണ്. അവിടെ ഒരു സൗകര്യമില്ല. ഇപ്പൊ തന്നെ ആ തർപ്പണത്തിന് പോകുന്ന, ഞാനിപ്പോൾ 2 മാസം പോകുമായിരുന്നു, നീർച്ചാൽ പോലും തടഞ്ഞു നിർത്തിയ ഒരു മലിനജലത്തിലൂടെയാണ് എല്ലാം ചെയ്യുന്നത്. അപ്പൊ അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് അവിടെ നല്ല രീതിയിലൊരു ശ്രമം നടന്നു. ആ ശ്രമം പൈസയില്ല, കോടതി പോയി, കോടതി പൈസ കൊടുക്കാൻ പറഞ്ഞു. അപ്പൊ ഇവര് പൊളിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സഹകരണ ബാങ്കിൽ ഇട്ടിരിക്കുന്നു. ഇതൊരു ക്ഷേത്രം. അതിലെ ഒരു കൗതുകം തോന്നിയത്, ഈ ക്ഷേത്രത്തിന്റെ പണം സഹകരണ ബാങ്കിൽ ഇട്ടു, എന്നാൽ ക്ഷേത്രത്തിന്റെ ആവശ്യത്തിന് ചോദിച്ചില്ല. അതാണ് ഇപ്പൊ ഹൈക്കോടതി പറഞ്ഞിട്ടും കൊടുക്കാതെ ഇവര് സുപ്രീം കോടതി എന്ന് പറഞ്ഞാൽ വിശ്വാസികള് കൊടുത്ത പണം, ദേവസ്വത്തിന്റെ കയ്യിൽ സൂക്ഷിച്ച പണം, അത് അമ്പലത്തിന് ഉപയോഗിക്കാൻ ഹൈക്കോടതി ഇടപെട്ടിട്ടും പണം കിട്ടുന്നില്ല. അവർ സുപ്രീം കോടതിയിൽ പോയിരിക്കും. അപ്പൊ അതാ ഞാൻ പറഞ്ഞത്, ക്ഷേത്രങ്ങളെ സംബന്ധിച്ചുള്ള ഒരു തീരുമാനം അവരെടുത്തിട്ടുണ്ട്.
പക്ഷേ ഞാൻ ചോദിക്കുന്നത് ഇത്തരം വിഷയങ്ങളിൽ BJP നേരത്തെ ഉണ്ടായിരുന്ന ഒരു രീതിയിലല്ല പ്രതികരിക്കുന്നതെന്ന് തോന്നുന്നു. ഇപ്പോൾ ശബരിമല പ്രക്ഷോഭത്തിൽ 100 കേസുകൾ നേരിട്ട ഒരാളാണ് താങ്കൾ. പക്ഷെ ആ ഒരു കാലഘട്ടത്തിലുള്ള രീതി അല്ലാതെ രീതി മാറ്റിയതാണോ പുതിയ? അങ്ങനെയല്ല, രീതി പ്രസിഡന്റ് മാറിയത് കൊണ്ട് രീതി മാറുന്നില്ല. അന്നുണ്ടായിരുന്നതിന്റെ ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ അന്നൊരു സ്ഫോടനാത്മകമായ സ്ഥിതി ഉണ്ടായി. അതായത് മനീതി സംഘത്തെ കൊണ്ടുവരുന്നു, ആക്ടിവിസ്റ്റുകളെ കൊണ്ടുവരുന്നു, പോലീസ് അയ്യപ്പന്മാരെ ആക്രമിക്കുന്നു. ഞങ്ങളൊക്കെ സമരമുഖത്ത് ഉറച്ചു നിന്നതിൻ്റെ ഒരു കാരണം അതാണ്. അത് ക്രൂരമായിട്ടുള്ള പീഡനങ്ങളും ഫോഴ്സ്ഫുള്ളി ആക്ടിവിസ്റ്റുകളെ കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോഴാണ് ഞങ്ങൾ തടഞ്ഞത്. അല്ലാതെ ഇന്നത്തെ അങ്ങനെയല്ല. ഇന്നൊരു ക്രൈം, ഒരു കൊള്ള നടന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ശബരിമല സന്നിധാനം കേന്ദ്രീകരിച്ചോ പമ്പയിൽ കേന്ദ്രീകരിച്ചോ ഒന്നും വലിയ അങ്ങനത്തെ ഒരു സമരത്തിനുള്ള സ്കോപ്പ് ഇന്നില്ല. ഇന്നിപ്പോൾ ഞങ്ങളാണ് ഏറ്റവും നല്ല രീതിയിൽ ഏറ്റവും കൂടുതൽ ഒരു മാസ് മൂവ്മെന്റ് നടത്തിയത് ഞങ്ങളിപ്പോൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തന്നെ മത്സരിക്കുന്ന എല്ലാ വാർഡുകളിലും ഞങ്ങൾ ഒപ്പുചേർന്ന് നടത്തുകയാണ്. അത്രയും ഒരു ആളുകളെ പങ്കാളിത്തം. അപ്പോൾ ആ സമര രീതിയും ഈ സമര രീതിയും വ്യത്യാസമുണ്ട്. അല്ലാണ്ട് ലീഡർഷിപ്പ് ചേഞ്ച് ആയതുകൊണ്ട് മാറിയതല്ല, സാഹചര്യങ്ങൾ കൊണ്ട് അങ്ങനെയായതാണ്. ഇപ്പൊ മറ്റൊരു വിഷയം കൂടെ വന്നു. അതായത് ഈ ശബരിമല ഇഷ്യൂവിൽ എല്ലാവരും സർക്കാർ ഒരു പ്രതിരോധത്തിലായിരുന്നു. പക്ഷേ സർക്കാരിനെ രക്ഷിക്കുന്ന രീതിയിലാണ് കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കേസ് വന്നത്. ഇപ്പൊ രാഹുലിനെ അറസ്റ്റ് ചെയ്യുവോ, അറസ്റ്റ് ചെയ്യില്ലേ? അല്ല, അതിലിപ്പോ ഇവരുടെ നീക്കം പാളിയില്ലേ? ഉദാഹരണത്തിന് ഇന്ന് വരുന്ന വാർത്ത എന്താണ്? 15-ാം തീയതി വരെ അറസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞിരിക്കുക. എന്ന് പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടം ചെയ്ത കുറ്റത്തിനോടുള്ള സർക്കാരിന്റെ പ്രശ്നമല്ല ഈ പ്രശ്നം. 11-ാം തീയതി വരെ നീട്ടിക്കൊണ്ടുപോകാന്നുള്ളതിലാണ് അവർ താല്പര്യം. രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാൻ കേരള പോലീസിന് കഴിയുന്നില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വസിക്കാൻ ഒരു ന്യായത്തിലും വിശ്വസിക്കാൻ. നമ്മളിപ്പോൾ ഗോവിന്ദച്ചാമി ജയിലിൽ ചാടിയിട്ട് അയാളെപ്പോലെ ഒരു സമർത്ഥനായിട്ടുള്ള ഒരു കുറ്റവാളി ജയിലിൽ ചാടിയിട്ട് പോലീസിന് പിടിക്കാൻ പറ്റി. ഈ രാഹുൽ മാങ്കൂട്ടം പരസ്യമായി പത്രസമ്മേളന മാധ്യമങ്ങളെ കണ്ട് മുങ്ങിയിട്ട് ഇത്രയും ദിവസമായിട്ട് അദ്ദേഹത്തെ പിടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ പറ്റില്ല. അത് ഇതിങ്ങനെ ട്രൈ ചെയ്ത് കൊണ്ടുപോകുന്നതിന് കാരണം ഇലക്ഷൻ്റെ ചർച്ചകൾ ആ നിലയ്ക്ക് പോകണമെന്ന് വിചാരിച്ചിട്ട്, അല്ലാതെ സർക്കാരിന് പിടിക്കാൻ പറ്റാത്തതുകൊണ്ടല്ല. തിരിച്ചടി സർക്കാരിന് തന്നെ കിട്ടും. അത് കോൺഗ്രസ് കൈകാര്യം ചെയ്ത രീതി ശരിയാണോ? ഇല്ല, കോൺഗ്രസ് അത് കൈകാര്യം ചെയ്തിട്ടേ ഇല്ലല്ലോ. ഒരു പൊളിറ്റിക്കൽ പാർട്ടി കൈകാര്യം ചെയ്യേണ്ട ഒരു രീതിയിൽ അവർ കൈകാര്യം ചെയ്തില്ല. ഒന്നാമത്തെ കാര്യം, ഈ കേസിനെ സംബന്ധിച്ച എല്ലാ വിശദാംശങ്ങളും പ്രിയങ്ക ഗാന്ധി, രാഹുൽ ഗാന്ധി അടക്കം എല്ലാവർക്കും അറിയാം. അവിടെയാണ് പ്രശ്നം. KC വേണുഗോപാലിൻ്റെ അടുത്ത് മുഴുവൻ പരാതിയുണ്ട്, VDയുടെ കയ്യിൽ എല്ലാ പരാതിയുണ്ട്, സണ്ണി ജോസഫിൻ്റെ ഉണ്ട്, ചെന്നിത്തല അടക്കം എല്ലാവർക്കും ഇതെല്ലാം. മുരളീധരൻ അത് ഇത്രയും വാശിയിൽ പറയുന്നതിൻ്റെ കാരണം തന്നെ ഇതെല്ലാവരും സംസാരിച്ചിട്ടുണ്ട്. കാരണം ഇത് കോൺഗ്രസിനകത്ത് തന്നെയാണ് ഈ പ്രശ്നങ്ങൾ ധാരാളം ഉണ്ടായത്. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങളാണ് നമ്മൾ പുറമേ നിന്നാണെന്ന് വിചാരിക്കാം. ബാക്കി എല്ലാ പരാതികളും കോൺഗ്രസിനകത്ത് തന്നെയാണ്. അതുകൊണ്ട് ഇതെല്ലാവർക്കും അറിയുന്നതാണ്, എല്ലാവരും മൂടി വെച്ചതാണ്. അതുകൊണ്ടാണല്ലോ സസ്പെൻഡ് ചെയ്തത് ആദ്യം. അല്ലെങ്കിൽ ഇങ്ങനെ സസ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ കുറ്റത്തിൻ്റെ ഗ്രാവിറ്റി എല്ലാവർക്കും അറിയാം. അവരതുകൊണ്ട് ഇപ്പോൾ ഈ നടപടി തന്നെ ഗത്യന്തരമില്ലാതെ അവരെടുത്താണ്. അല്ലാതെ ആത്മാർത്ഥം കൊണ്ട് എടുത്താൽ. ആത്മാർത്ഥം കൊണ്ട് എടുക്കാനായിരുന്നെങ്കിൽ ഇത് രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും ഒക്കെ വിവരങ്ങൾ അറിയുന്ന ഒരാളെ എന്തിനു സംരക്ഷിച്ച് നിർത്തി? കാരണം കോൺഗ്രസ് ദയനീയമായിട്ട് ആ കാര്യത്തിൽ പറഞ്ഞു. എന്തിനാ ലീഡേഴ്സിന് ആർക്കെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിലിന് ഭയമുണ്ടോ കോൺഗ്രസ്? അല്ല, അത് ഇപ്പൊ ഉണ്ടാവും. അതിപ്പോ ഗാങ് ഉണ്ട് അതിനകത്ത്. ഞാനിപ്പോൾ ഈ പറഞ്ഞ നേതാക്കളെയൊന്നും അതിൽ ഞാൻ പെടുത്തുന്നില്ല, അങ്ങനെ തെറ്റിദ്ധരിക്കേണ്ട. അവരൊക്കെ അറിഞ്ഞൊന്നും ശരിയാണ്. പക്ഷെ കോൺഗ്രസിനകത്തൊരു പുതിയൊരു ബ്രിഗേഡ് വന്നിട്ടുണ്ട്. അത് ഷാഫി പറമ്പിനും സംഘവും എല്ലാം ചേർന്നിട്ടുള്ള ഒരു മാഫിയ ഗാങ് ഇവിടെ ഉണ്ട്. ഞാൻ പറയുന്നതല്ല, കോൺഗ്രസിനകത്ത് തന്നെ പറഞ്ഞു. സൈബർ അറ്റാക്ക് നോക്കൂ. ഒരു ഷഹനാസ് എന്ന് പറയുന്ന ഒരു വനിതാ നേതാവ് ഷാഫിയുടെ ഒരു പേര് പറഞ്ഞതേ ഉള്ളൂ. അവർ ശരിക്കും വളരെ എന്താ പറയുക, ഞാൻ അവരുടെ ബൈറ്റ് കണ്ടപ്പോൾ എനിക്ക് തോന്നി കോൺഗ്രസിനകത്ത് ഇത്രയും നന്നായി, ഇത്രയും വെടിപ്പായി, ഇത്രയും സംസ്കാരത്തോടെ സംസാരിക്കുന്നു എന്നുള്ളത് നല്ലൊരു ലേഡിയാണ്. അവരുടെ ഒരു സ്റ്റേറ്റ്മെന്റിൽ ഷാഫിക്ക് ഇതറിയാമോ, എങ്ങനെയാണ് ആക്രമണം വന്നിരിക്കുന്നത്? ആക്രമണത്തിന് പിന്നിൽ കോൺഗ്രസ് മാത്രമല്ല, ഇവർ കൈവശം വെച്ചിരിക്കുന്ന കുറച്ച് എലിമെന്റ്സ് ഉണ്ട്. അത് കുറച്ച് തീവ്രവാദ അടക്കമുള്ള എലിമെന്റ്സാണ്. കോൺഗ്രസിൽ ഒരുവിധ നേതാക്കന്മാർക്കെല്ലാം അറിയാം. ഷാഫി ഇപ്പോൾ അവരുടെ സംഘത്തെ എല്ലാം ഇയാളെ അവരോധിച്ചത് തന്നെ അങ്ങനെയാണല്ലോ, ഒരു വളഞ്ഞ വഴിയിലൂടെയാണല്ലോ. ഇലക്ഷൻ ID കാർഡ് വ്യാജമായിട്ട് നിർമ്മിച്ച് കൃത്രിമം നടത്തിയാണ് തെരഞ്ഞെടുപ്പ് നടത്തിയതെന്ന് കോൺഗ്രസിൽ അറിയാത്തത് ഇനി ആരുമില്ല. അപ്പോൾ ഈ ഷാഫി പറമ്പൻ, രാഹുൽ മാങ്കൂട്ടം തുടങ്ങിയ ഒരു പുതിയ ഗാങ് കോൺഗ്രസിനകത്ത്
ഒരു അപകടകരമായ ഗ്യാങ് വന്നിരിക്കും. അവരാണ് ഇതിനെല്ലാം പിന്നിൽ. അവർക്കിതെല്ലാം അറിയാം. ഈ കുറ്റങ്ങളെല്ലാം, ഈ കൃത്യങ്ങളെല്ലാം ആദ്യഘട്ടം മുതൽ ഇവർക്ക് അറിയുന്നതാണ്. ഇവർ അറിഞ്ഞുകൊണ്ട് ഇതിനെല്ലാം കൂട്ടുനിന്നതാണ്. പിന്നീടാണ് കോൺഗ്രസിലെ പല നേതാക്കളും ഇതറിഞ്ഞത്. അറിഞ്ഞിട്ടും അവർ ഒരു കൊല്ലത്തോളം അവരെല്ലാവരും മൂടി വയ്ക്കുക. ഈ ഇലക്ഷനിൽ എനിക്ക് ഓർമ്മയുണ്ട്, ബൈ ഇലക്ഷൻ സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ട് കോൺഗ്രസിൽ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അവരെല്ലാം പറഞ്ഞു ഇയാൾ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം ഇങ്ങനെയാണ്. പക്ഷെ അവരാരും അത് കാരണം അവിടെ ഇരിക്കുന്ന കെ.സി. വേണുഗോപാലും രാഹുൽ ഗാന്ധിയൊക്കെ എന്തെങ്കിലും തീരുമാനം എടുക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് അവർക്കെല്ലാം പേടിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല ഇത് കോൺഗ്രസ്സുകാരും അറിയാതെ അല്ല, എല്ലാവരും അറിഞ്ഞുകൊണ്ടാണ്. ഈ രാഷ്ട്രീയ പാർട്ടികളിൽ ഈ ഇത്തരത്തിലുള്ള ആരോപണം വരുന്നത് കൂടിയിട്ടുണ്ടോ? ഇപ്പൊ മന്ത്രിമാർക്കെതിരെ വരുന്നു, അതുപോലെ തന്നെ രാഷ്ട്രീയത്തിലല്ല, എല്ലാത്തിലല്ല, കൂടുതലുണ്ട്. എല്ലാ വിഭാഗം ആൾക്കാരുടെ ഇടയിൽ, ഇപ്പൊ സിനിമാക്കാരുടെ ഇടയിൽ വലിയ പ്രശ്നങ്ങളുണ്ടായി, പൊളിറ്റീഷ്യൻസിന്റെ ഇടയിൽ വലിയ പ്രശ്നങ്ങളുണ്ടായി. ഇതൊക്കെ ശരിയാണ്. പക്ഷേ അതിനെ സംബന്ധിച്ച് ഒന്നും അന്വേഷണം എവിടെ എത്തുന്നില്ലല്ലോ. അല്ല, അതിപ്പോ ഓരോ പാർട്ടികളും അവനവന്റെ ആൾക്കാർക്കെതിരെ എങ്ങനെ ആരോപണം വരുമ്പോൾ സംരക്ഷിക്കുന്ന പോലെയാണ് ഉള്ളത്. അല്ല, അങ്ങനെ ഈ LDFിലും UDFിലും അത് പതിവാണ്. കാരണം അത് അവിടെ ഇരിക്കട്ടെ, കോൺഗ്രസ് പാർട്ടിക്കകത്തും CPMനകത്തും നേതാക്കൾ സംരക്ഷിക്കുന്നു, അല്ലെങ്കിൽ അറിഞ്ഞത് അറിഞ്ഞില്ല എന്ന് നടിക്കുന്നു എന്ന് പറയുന്നത് അവിടെ ഇരിക്കട്ടെ. പരാതി വന്ന കേസുകളിൽ എന്താണ്? ഇപ്പോൾ വിൻസെന്റിന്റെ പരാതിയായാലും, പെരുമ്പാവൂർ MLAയുടെ പരാതിയായാലും, മുകേഷിന്റെ പരാതിയായാലും ഒക്കെ ഒരു ഘട്ടം കഴിയുമ്പോൾ ഒന്നും അല്ലാതായി മാറി. അന്വേഷണം എങ്ങോട്ടും പോയില്ല. ഇല്ല, എല്ലാവരും ഒരു പാർട്ടി തീവ്രത അളക്കുകയാണെങ്കിൽ മറ്റേ പാർട്ടി എന്തിനോ കാത്തിരിക്കുകയാണ്. അത് രണ്ട് മുന്നണികൾക്കും ഈ ജീർണത വളരെ ശക്തമാണ്. അത് എല്ലാ പാർട്ടികളിലും ഇല്ലെന്ന് ഞാൻ ചോദിച്ചു. എല്ലാ പാർട്ടികളിലും അങ്ങനെ സാമാന്യവൽക്കരിക്കാൻ പറ്റില്ല. കേരളത്തിൽ LDFിലും UDFിലും ഇത് ഉണ്ട് ധാരാളമായിട്ട്. അത് അവർ തന്നെ ഒതുക്കി തീർക്കുന്നു. ഇനി LDFിലും UDFിലും കേസ് വന്നാൽ ഏത് ഭരണമായാലും ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യും. ഞാൻ ചോദിക്കുന്നത്, ഈ പൊതുരംഗത്തേക്ക് വരുന്ന സ്ത്രീകളോട് ഇങ്ങനെയാണ് പെരുമാറുന്നതെങ്കിൽ പിന്നീട് ആരെങ്കിലും പൊളിറ്റിക്സിലേക്ക് വരുമോ? ഇപ്പൊ പുതിയ തലമുറയിൽപ്പെട്ട യുവതികൾ വിശ്വസിച്ച് വരും? തീർച്ചയായിട്ടും അത് വിശദമായിട്ട് നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. കോൺഗ്രസിനകത്തുനിന്ന് ഇപ്പോൾ ഉണ്ടായ ഒരു സംഭവം, ഒരു ഷഹനാസ് എന്ന് പറയുന്ന ഒരു നേതാവ് അത് പറഞ്ഞെങ്കിലും പലരും അറിയുന്നവർ പലരും പറഞ്ഞിട്ടില്ല, പേടിച്ചിട്ട്. കാരണം ഈ മാഫിയ സംഘം അവരെ അടിച്ചമർത്തുകയാണ്. CPMലാണെങ്കിൽ എത്ര ഉന്നത നേതാവാണെങ്കിലും അവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പല ന്യായങ്ങൾ പറയും. ഇപ്പൊ ഗോവിന്ദൻ മാഷ് രാഹുൽ മാങ്കൂട്ട രാജിവെക്കണം എന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ CPMൽ എത്ര കേസുകളുണ്ട്? അവിടെ പാർട്ടി കോടതിയാണ് തീരുമാനിക്കുന്നത്. എല്ലാ കാര്യങ്ങളും പാർട്ടി ഒരു അന്വേഷണ കമ്മീഷനെ വെക്കും. അത് എന്നിട്ട് പറയും അവര് അങ്ങനെ ഉണ്ടായതല്ല എന്ന് പറയും. ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ രണ്ട് മുന്നണികളിലും ഈ അപജയം വളരെ ശക്തമാണ്. ഈ അപജയമൊക്കെ ജനങ്ങളിൽ എത്തിച്ചിട്ട് ഇലക്ഷനിൽ എങ്ങനെ ആ ഒരു നേട്ടം BJP ഉണ്ടാക്കുമോ? ഭയങ്കര കോൺഫിഡൻസിലേക്ക് വന്നോ? അല്ല, ഇത് ഞാൻ പറഞ്ഞല്ലേ, കുറച്ചു കാലമായിട്ട് കേരളത്തിൽ ഇവർ രണ്ടുപേരെ സംബന്ധിച്ച് നല്ല ധാരണ ജനങ്ങൾക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ഒരു തേർഡ് ഓൾട്ടർനേറ്റീവ് ഇത്ര ശക്തമായിട്ട് വരുന്നത്. 20% വോട്ടിലൊക്കെ ഞങ്ങൾ വന്നു എന്ന് പറഞ്ഞാൽ ഒരു പുതിയ മുന്നണിയെ അല്ലെങ്കിൽ ഒരു പുതിയ വഴി ആളുകൾക്ക് ഇഷ്ടപ്പെടാൻ തുടങ്ങി, അല്ലെങ്കിൽ ആ വഴിയെ ശരിയൊന്നും മനസ്സിലായി. ഈ ഇലക്ഷനോട് കൂടി അതിനുള്ള കുറച്ചുകൂടി ശക്തമായിട്ടുള്ള ഒരു നില വരും. എങ്ങനെയുണ്ട് പുതിയ പ്രസിഡന്റ്? അദ്ദേഹത്തിന് മലയാളം അറിയില്ല, കേരളം അറിയില്ല എന്നൊക്കെയാണ് അതൊക്കെ പറയുന്നതിൽ അർത്ഥമല്ല. കാരണം അദ്ദേഹം നന്നായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. പറയാനുള്ള കാര്യങ്ങൾ ശരിയാണ്. അദ്ദേഹത്തിന്റെ മലയാളം അത്ര ഫ്ലുവൻ്റ് ആയിട്ടുള്ള ഒരു മലയാളം എന്നല്ല, പക്ഷെ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ്. ഇതുവരെ ഞങ്ങളെ എക്സ്പീരിയൻസിൽ കഴിഞ്ഞ 6 മാസത്തിനിടയിൽ ഒരു കാര്യം കൺവേ ചെയ്യാൻ അദ്ദേഹം തീരുമാനിച്ചിട്ടുണ്ടോ അത് പൂർണ്ണമായിട്ടും ജനങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ട്. പിന്നെ ഈ പറയുന്ന പരാതി ഇപ്പോൾ ശശി തരൂർ അവിടെ വരുമ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? പിന്നെ അദ്ദേഹം നന്നായിട്ട് മലയാളം ഇമ്പ്രൂവ് ആയി. ഞങ്ങളിപ്പോൾ ഒരു 6 മാസത്തിനിടയിൽ നല്ല ഫ്ലുവൻ്റായി, സ്പീഡായി മലയാളം അസലായിട്ട് അദ്ദേഹത്തിന് വഴങ്ങാൻ തുടങ്ങി. ഒരു കണക്കിൽ ഇവർ ഈ കുറ്റം പറഞ്ഞത് നന്നായി എന്ന് എനിക്ക് തോന്നുന്നു. ഈ പറഞ്ഞ് അദ്ദേഹത്തിന് മലയാളം അറിയില്ല എന്ന് പറഞ്ഞ് ഇപ്പോൾ എനിക്ക് തോന്നുന്നു അദ്ദേഹം നല്ല രീതിയിൽ മലയാളം സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതായത് മലയാളം പഠിച്ചോ, പാർട്ടിയിലെ പ്രശ്നങ്ങൾ പഠിച്ചോ? പാർട്ടിയിൽ അത്ര എന്ത് പ്രശ്നമാണ് പാർട്ടിയിലുള്ളത്? കേരള BJP ഗ്രൂപ്പിസം ഉണ്ടെന്നാണ് ചാനലുകൾ പറയുന്നത്. എപ്പോഴും അങ്ങനെയാണ്. ഇപ്പൊ ഞാൻ 5 വർഷം ഇരുന്നു, എന്നെ ഇരുത്തിക്ക് പൊറപ്പിക്കാൻ ചാനലുകൾ തയ്യാറായിട്ടില്ല. അതിന് മുമ്പും ഞാൻ നല്ല ആളായിരുന്നു, അതിനുശേഷവും ഞാൻ ചിലപ്പോൾ നല്ല ആളായിരിക്കും. അത് കേരള BJPയിൽ എപ്പോഴും ഉള്ളതാണ്. കുമ്മനം രാജേട്ടൻ വന്നു, അദ്ദേഹം ദൈവതുല്യനായിട്ട് ഉള്ള ആളായിട്ട് ജനങ്ങളെല്ലാവരും പറഞ്ഞിട്ടുണ്ട്. പ്രസിഡന്റ് പദവി ഏറ്റെടുത്തപ്പോൾ അദ്ദേഹത്തിന് എന്തായിരുന്നു? ശ്രീരാംപിള്ള സാറ് എല്ലാ മാധ്യമങ്ങളുടെയും സുഹൃത്തായിരുന്നു. പക്ഷെ പ്രസിഡന്റ് പദവി ഒഴിയുന്നവരെ അദ്ദേഹത്തെ ഇരുത്താൻ സമ്മതിച്ചു.
നാച്ചുറൽ. കേരളത്തിൽ BJP അധ്യക്ഷ പദവി ഏറ്റെടുക്കുമ്പോൾ മാധ്യമങ്ങൾ എങ്ങനെ കുറെ ആക്രമിക്കും, കുറെ അവഗണിക്കും, പിന്നെ പരിഹസിക്കും. ഈ രീതിയാണ് സമീപനമാണ് എടുക്കുന്നത്. അതിന് ഞങ്ങൾ ആരും മൂലിക്കും. പക്ഷെ അങ്ങ് വളരെ എക്സ്പീരിയൻസ് ഉള്ള കുറെ അധികം കാലം 2 തവണ തന്നെ അവസരം കിട്ടിയൊരു പ്രസിഡന്റാണ്. മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ യുവമോർച്ച കാലം തൊട്ട് കാണുന്നു, വളരെയധികം വൈബ്രന്റ് ആയിട്ട് ഉണ്ടായിരുന്ന ഒരു ലീഡറാണ്. അങ്ങനെ ഒരു ലീഡർ എന്ത് സപ്പോർട്ടാണ് പുതിയ പ്രസിഡന്റിന് കൊടുക്കുന്നത്? എന്താ ഇപ്പൊ ചെയ്യുന്നത്? അങ്ങനെ അല്ല, ഞാൻ എൻ്റെ ജോലി, എന്നെ ദിവസവും കാണുന്ന ആൾക്കാർക്ക് അറിയാലോ. ഞാൻ പ്രസിഡന്റ് പദവി ഒഴിഞ്ഞ ആ നിമിഷം മുതൽ അതേ സ്പിരിറ്റിലും അതേ സ്പീഡിലും ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ ആകെ ഒരു ഇടക്കാലത്ത് ചെറിയൊരു 10-20 ദിവസം ഒരു ചികിത്സക്ക് പോയത് ചോദിച്ചാൽ എനിക്ക് എല്ലാ ദിവസവും എങ്ങനെയായിരുന്നു ഞാൻ പ്രസിഡന്റ് ആയിരുന്നത് അതിനേക്കാൾ കൂടുതൽ പരിപാടികൾ ഞാൻ യാത്ര ചെയ്യുന്നുണ്ട്. കാരണം ഞങ്ങളെ പാർട്ടിയിൽ ഒരു പ്രസിഡന്റ് മാറി അതോടുകൂടി അദ്ദേഹം ഇല്ലാതായി, അങ്ങനെ ഇല്ല. ഇപ്പൊ കുമ്മനം, കൃഷ്ണദാസ് ജി, മുരളിയേട്ടൻ, ഞങ്ങളെല്ലാവരും വളരെ സജീവമായിട്ട് ഫീൽഡിലുണ്ട്. അദ്ദേഹം രാജീവ് ജി മുമ്പിൽ നിൽക്കുന്നു, അത് പ്രസിഡന്റ് ആകുമ്പോൾ അങ്ങനെ തന്നെയാണ്. പക്ഷെ വലിയൊരു ടീമുണ്ട് കേരള BJP. ഒരു എണ്ണം പറഞ്ഞ നേതാക്കന്മാരുടെ ഒരു വലിയ പട ഇപ്പോൾ ഉണ്ട്. അവര് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഞാനത് ചോദിക്കാൻ കാരണം എന്താ വെച്ചാൽ, സമര രംഗത്ത് വന്നിട്ടുള്ള ഒരു മാറ്റം എൻ്റെ ഓർമ്മയിൽ കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിയായിരിക്കുമ്പോൾ ആ സമയത്തൊക്കെ ഭയങ്കര ഈ കസ്റ്റഡി മരണമൊക്കെ വന്നാൽ യുവമോർച്ചയുടെ സമരം കൊണ്ടെങ്കിൽ നിറയുമായിരുന്നു. അത് ശരിയാണ്. ഇപ്പോ പക്ഷെ പിണറായി വിജയൻ വന്ന ശേഷം ആഭ്യന്തരമന്ത്രി അങ്ങനെയല്ല, സമരങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ എന്താ വെച്ചാൽ ഇപ്പൊ ഈ ലോക്കൽ ബോഡി ഇലക്ഷൻ സമയമായതുകൊണ്ടാണ്. ഇനിയിപ്പോ ലോക്കൽ ബോഡി ഇലക്ഷൻ കഴിഞ്ഞാൽ വീണ്ടും ശക്തമായിട്ടുള്ള സമരങ്ങളും കാര്യങ്ങളും വരും. ഈ സമയത്ത് അത് നടക്കുന്നില്ല എന്നേ ഉള്ളൂ. ഈ സമയത്ത് ഒരു പാർട്ടി നടത്തുന്നില്ലല്ലോ. അതല്ലാതെ ഈ വേണ്ട രീതിയിലാണ് പ്രതികരിക്കുന്നത് ഇപ്പോഴും. അങ്ങനെയല്ലെന്ന്, എല്ലാത്തിലും ഉടനെ സമരം വേണമെന്ന് നിർബന്ധമില്ല. ഇപ്പൊ DYFI കേന്ദ്ര വിരുദ്ധ സമരം ഇവിടെ എന്തെങ്കിലും നടത്തുന്നുണ്ടോ? ഞാൻ ചോദിക്കുന്നത്, അവരെങ്ങനെയായിരുന്നു പണ്ട്? അവര് പ്രതിപക്ഷത്താവുമ്പോൾ സംസ്ഥാനത്തിനെതിരെ സമരം ചെയ്യും. ഭരണകക്ഷിയാണെങ്കിൽ അവരെന്നും കേന്ദ്രവിരുദ്ധ സമരം. കാരണം ഒരു കേന്ദ്രവിരുദ്ധ സമരം നടത്താൻ ഒരു സ്കോപ്പും ഇല്ലാതെ മാത്രം. അങ്ങനെയല്ല, ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങള് സംസ്ഥാനത്തിനെതിരായിട്ട് നല്ല നിലയിൽ സമരം നടത്തുന്നുണ്ട്. DYFI കേന്ദ്രവിരുദ്ധ സമരം നടത്തണം എന്നാണ്. അല്ല, ഞാൻ പറഞ്ഞത് നിങ്ങൾ ആരെങ്കിലും കണ്ടോ? ഞാൻ എന്റെ ഇപ്പൊ ഈ ഒരു 5 വർഷമായിട്ട് ഞാനൊന്നും കാണുന്നില്ല എന്ന് പറഞ്ഞാൽ ഇപ്പൊ പൊതിച്ചോറ് മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത്. പൊതിച്ചോറ് മോശം കാര്യമാണെന്ന് ഞാൻ പറയുന്നില്ല. ഈ സമരമുഖത്തേക്ക് വരാൻ ആളെ കിട്ടാഞ്ഞിട്ടാണ് ഇപ്പൊ അങ്ങേക്കെതിരെ തന്നെ എത്ര കേസുകളുണ്ട്? അല്ല, അങ്ങനെയല്ല. ആ കാലത്ത് ഞാൻ യുവമോർച്ച പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ്. കാരണം അന്ന് ഉണ്ടായിരുന്ന പല വിവാദങ്ങളും അത് ഏറ്റെടുക്കാൻ ഞങ്ങൾക്ക് അന്ന് കഴിഞ്ഞിരുന്നു. അതിന്റെ ഫലമായിട്ട് നല്ല മീഡിയ അറ്റൻഷൻ കിട്ടി, നല്ല സമരങ്ങളുണ്ടായി. അത് കഴിഞ്ഞ് ഞാൻ ജനറൽ സെക്രട്ടറി ആയിരിക്കുമ്പോഴാണ് ശബരിമല അടക്കമുള്ള സമരങ്ങൾ വന്നത്. അങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസ് ജനങ്ങളുടെ മുമ്പിൽ വരുമ്പോൾ തീർച്ചയായിട്ടും ഇനിയും ഉണ്ടാവും. അത് അല്ലാതെ ആ സമരങ്ങളെല്ലാം പോയി എന്നുള്ളതല്ല, സമരവീര്യം ചോർന്നൊന്നില്ല. ഇപ്പൊ അങ്ങേക്കെതിരെ കുറെ കേസുകളും വന്നല്ലോ. എങ്ങനെയാ ആ കേസുകളൊക്കെ എങ്ങനെ നേരിടുന്നത്? പാർട്ടി പൈസ തരുമോ? ഇതിപ്പോ നടന്നുകൊണ്ടിരിക്കുകയാണ് കേസുകളെല്ലാം. നമ്മളൊരു കേസിൽ നിന്നും ഒളിച്ചോടിയിട്ടില്ല, എല്ലാത്തിനെയും നിയമപരമായിട്ട് നേരിടുകയാണ്. എല്ലാ ദിവസവും കേസ് വന്നുകൊണ്ടിരിക്കുക. ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമിയുടെ കേസ് ഇപ്പൊ ഇന്ന് വന്നിരിക്കുക. അതൊക്കെ നമ്മൾ നേരിടും. പാർട്ടി അതിന് എനിക്ക് വേണ്ടി ഉണ്ടാക്കിയ കേസുകളൊന്നും അല്ലല്ലോ. തീർച്ചയായിട്ടും പാർട്ടി അത് കൈകാര്യം ചെയ്യും. പാർട്ടി തന്നെയാണോ കേസൊക്കെ നടത്തുന്നത്? ഇതുവരെ ജനങ്ങൾ ചിന്തിക്കുമല്ലോ, ഇത് എവിടുന്ന പൈസ കേസ് നടത്താൻ. കേസ് നടത്തുക എന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലത്തും നമുക്കിപ്പോൾ അഭിഭാഷകരുണ്ട്. വലിയ പണം കൊടുത്തിട്ടുള്ള കേസുകളൊന്നും ഇപ്പൊ ഞാൻ നടത്തുന്നില്ല. എല്ലാ കേസിലും പാർട്ടിക്ക് നല്ല അഭിഭാഷകരുണ്ട്. പാർട്ടിക്ക് തന്നെ ഒരു ലീഗൽ സെല്ലുണ്ട്. അവരാണ് എൻ്റെ എല്ലാ കേസുകളും നടത്തുന്നത്. ജമാഅത്തെ ഇസ്ലാമി എന്താണ് മാനനഷ്ട കേസ് കൊടുത്തത്? ജമാഅത്തെ ഇസ്ലാമിക്കാരെ നോട്ടീസ് അയച്ചിരിക്കുന്നു ഇപ്പോൾ 1 കോടി രൂപയുടെ. അതിലൊന്നും അർത്ഥമില്ല. നമ്മൾ ഈ സമരങ്ങളിലും ഈ നിലപാടുകളിലും ഉറച്ചു നിന്നുകൊണ്ട് അതിനൊക്കെ നിയമപരമായിട്ട് നേരിടും. ആ ഒരു വാർത്താ സമ്മേളനമായിരിക്കും. പക്ഷെ അതില് അങ്ങ് പറഞ്ഞൊരു പരാമർശം മാധ്യമ പ്രവർത്തകരിലും വൈറ്റ് കോളർ ടെററിസ്റ്റുകളുണ്ട് എന്നല്ലോ. എത്ര പേര് പിടിച്ചിട്ടുണ്ട് അങ്ങനെ? വൈറ്റ് കോളർ ടെററിസം എന്നൊരു റിയാലിറ്റിയാണ് ഞാൻ പറഞ്ഞത്. അത് ആർക്കും നിഷേധിക്കാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ ഡോക്ടർമാര്, അഭിഭാഷകര്, എഞ്ചിനീയർ, മാധ്യമ പ്രവർത്തകര്, ഇവരുടെ ഇടയിലേക്കൊക്കെ കടന്നു കയറാൻ നല്ല ശ്രമം നടക്കുന്നുണ്ട്. അത് എല്ലാ ഭീകരവാദ സംഭവങ്ങൾ നടക്കുമ്പോഴും പിന്നിൽ പ്രവർത്തിച്ചവരെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ ഇത്തരം കേസുകൾ ധാരാളം ഉണ്ട്. പക്ഷെ അങ്ങ് എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മാധ്യമ പ്രവർത്തകർ അവരാരും പ്രതിഷേധിച്ചില്ലേ? അല്ല, മാധ്യമ പ്രവർത്തകർക്ക് തന്നെ അറിയാലോ ഉണ്ടെന്ന്. അവരുടെ കൂടെ കഴിയുന്നവർക്ക് അപ്പനി വേഗം മനസ്സിലാവില്ല. അത് ഉറപ്പിച്ചെന്നെ പറയാണ്. തീർച്ചയായിട്ടും. പക്ഷെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലാണ് ഇത്തരം
എന്താ പറയാ പ്രതിലോമ എന്ന് വിളിക്കപ്പെടുന്ന സംഘടനകളുമായിട്ട് ഈ LDF UDF അതെ. എല്ലാ സ്ഥലത്തും ധാരണയിലെത്തുന്നത്. ഇത്തവണയില്ലേ? ഞങ്ങളത് എത്ര ദിവസമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ കോഴിക്കോട് കോർപ്പറേഷനിൽ ജമാഅത്തെ ഇസ്ലാമി ചെറുവണ്ണൂർ വെസ്റ്റിൽ ഓപ്പൺ സഖ്യ അവർ കൊടുത്തിരിക്കുക. ബാക്കി എല്ലാ ഡിവിഷനിലും അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സഖ്യത്തിലാണ്. SDP ആയിട്ട് LDF ഒരുപാട് സ്ഥലങ്ങളിൽ സഖ്യമാണ്, PDP വേറെ. അപ്പോൾ ഈ രണ്ട് മുന്നണികളും ഒരു വ്യത്യാസമില്ല. അവർ വലിയ മത്സരത്തിലാണ് LDF ഉം UDF ഈ ഭീകരവാദ സംഘടനകളുമായിട്ട് ചേർന്ന് മത്സരിക്കുക. അത് ജനങ്ങൾ കാണുന്നുണ്ട്. അങ്ങ് വളരെ ശാന്തനായി മാറിയോ? അതോ കുറെ കാലത്തിന് ശേഷം എന്നെ കണ്ടതുകൊണ്ട് ശാന്തനായി? അല്ല 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 ഞാൻ അപ്പോഴും ശാന്തൻ തന്നെയാണ്. സമരമുഖത്ത് പറയുമ്പോൾ അല്ലല്ലോ മാധ്യമങ്ങളുടെ മുമ്പിൽ സംസാരിക്കുന്നത്. സമരമുഖത്ത് പോലീസിന്റെ മുമ്പിൽ കാണുമ്പോൾ പോലെ അല്ലല്ലോ മീഡിയയുടെ മുമ്പിൽ നമ്മൾ ഇരിക്കുമ്പോൾ. മീഡിയയുടെ എപ്പോഴും ഞാൻ ശാന്തനായിട്ട് തന്നെയാണ്. പിന്നെ മീഡിയയിൽ ആരായാലും ഞാൻ മുഖത്ത് നോക്കി പറയും. മീഡിയ നേരത്തെ എനിക്ക് തോന്നിയിട്ടുള്ളത്, നേരത്തെ എന്ന് വെച്ചാൽ പ്രസിഡന്റ് അങ്ങ് പറഞ്ഞ പോലെ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ സൈബർ അറ്റാക്ക് അങ്ങേക്കെതിരെ ഭയങ്കര കൂടുതലായിരുന്നു. അതെ. പക്ഷെ ഇപ്പോ അങ്ങേക്ക് സപ്പോർട്ടേഴ്സ് കൂടി. ഇപ്പൊ അങ്ങേ ഇപ്പൊ ഇന്റർവ്യൂ ചെയ്ത് ഞാനിങ്ങനെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ എനിക്കായിരിക്കും സൈബർ ആക്രമണം. അത് ഫാൻസ് കൂടി. അല്ല, അങ്ങനെയല്ല. നമ്മള് പ്രസിഡന്റ് പദവിയിൽ ഇരിക്കുമ്പോൾ എറിയുന്നത് പോലെ ആൾക്കാർ എന്നെ ഇപ്പൊ എറിയുന്നുണ്ടാവില്ല. പക്ഷെ അതിന്റെ എറിയുന്നതിന്റെ ശക്തി കുറച്ച് കുറഞ്ഞിട്ടുണ്ടാവുമെങ്കിലും ആക്രമണം പൂർണ്ണമായും അവസാനിച്ചിട്ടില്ല. പിന്നെ ഞാനത് ഒരിക്കലും മൈൻഡ് ചെയ്യാറില്ല. ഈ സൈബർ അറ്റാക്കും മറ്റ് എതിർപ്പുകളും ഉള്ളത് കൂടിയാണ് ഒരാളുടെ പ്രാധാന്യം വരുന്നത്. അല്ലാതെ ഒരു പ്രാധാന്യം ഇല്ലാത്ത ആരും ആക്രമിക്കില്ലല്ലോ. ഇപ്പൊ ട്രോളർമാരെ അങ്ങേ എന്താ പറയാ സഹായിച്ചിട്ടും അല്ല, ഞാൻ ചോദിക്കുന്നത് ട്രോൾ ചെയ്യുന്നവരെ ബ്ലോക്ക് ചെയ്യാൻ പോയിരുന്നു വിചാരിക്കുക. അത് എൻ്റെ രീതിയല്ല. ജനങ്ങൾക്ക് ഇത് രണ്ടും കാണാനുള്ള അവസരമുണ്ട്. അപ്പോൾ ഈ ട്രോളുന്നവരുടെ ദുരുദ്ദേശം മനസ്സിലാക്കാനുള്ള ശേഷി അപ്പുറത്തുമുണ്ട്. അതുകൊണ്ട് നമ്മളതിനെ ആ രീതിയിൽ കാണേണ്ട ആവശ്യമില്ല. ഞാൻ കമന്റ് ബോക്സിലേക്കേ നോക്കാറില്ല. പച്ചത്തെറിയാണെന്ന് എനിക്കറിയാം, അതിൻ്റെ പിന്നിൽ ആരാണെന്നും എനിക്കറിയാം. പക്ഷെ ഞാനത് നോക്കാറില്ല. ഞാൻ ആരെയും ബ്ലോക്ക് ചെയ്യാറൊന്നുമില്ല. ലെറ്റ് ദം ഡു, നമുക്ക് നോക്കാം. ഏറ്റവും ഇഷ്ടപ്പെട്ട ട്രോൾ എന്താ? പലതും ഉണ്ടായിട്ടുണ്ട്. അതിനി വീണ്ടും വീണ്ടും പറഞ്ഞാൽ പലതവണ പറഞ്ഞിരിക്കും. ഞാനതെല്ലാം എൻജോയ് ചെയ്യുന്നു. അത്രയും ഉള്ളി എന്നുള്ളത് തന്നെയാണോ ഏറ്റവും പോപ്പുലർ ആയത്? അല്ലെങ്കിൽ പോപ്പുലർ എന്ന് പറയാൻ പറ്റില്ല, ഏറ്റവും ആളുകളിലേക്ക് എത്തിയത് അതായിരിക്കും. വേദനിപ്പിച്ച എന്തിനു വേദനിക്കാൻ? അല്ലെ, ഇടയ്ക്ക് മകളുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ഞാൻ മകളും നിൽക്കുന്ന ഒരു പടം ഇട്ട് വളരെ മോശമായിട്ടുള്ള അത്രയും. അത് പിന്നെ ഏതൊരു അച്ഛനുണ്ടാവുന്ന അതില് രസം എന്താ അറിയോ? അത് പോലീസ് ആ കേസെടുത്തു. ഞാൻ കൊടുത്തിട്ടല്ല, പോലീസിന്റെ നടപടിയാണ് പിന്നെ എനിക്ക് അത്ഭുതം തോന്നിപ്പോയി. പോലീസ്, എന്റെ മകൾ ഇതിലൊന്നിലുമില്ല, രാഷ്ട്രീയത്തിലും ഒന്നിലും ഇല്ല. അവരുടെ ലോകത്ത് ജീവിക്കുകയാണ്. പോലീസ് ഒരു 5 തവണ വീട്ടിൽ വന്നു അവളെ ചോദ്യം ചെയ്യാൻ, അല്ല മീൻസ് മൊഴിയെടുക്കാൻ. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളിപ്പോ അതെ, അതായത് ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ ഒരാള് കമന്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു തെറ്റായ പോസ്റ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ എന്തിനാണ് അവളുടെ മൊഴി എടുക്കുന്നത്? അദ്ദേഹത്തെ ഓടിച്ചു വിട്ടു. ഞാൻ പറഞ്ഞു ഈ കാര്യം പറഞ്ഞ് ഇനി ഇവിടെ വരരുതെന്ന് പറഞ്ഞു. നമ്മളാരും പരാതി കൊടുത്തിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ഒരു വ്യവസ്ഥിതിയാണ് നമ്മുടെ നാട്ടിൽ. അല്ല, അതില് ആ കുട്ടി എന്താ മൊഴി കൊടുക്കാനുള്ളത്? എന്ത് മൊഴിയാണ് കൊടുക്കാനുള്ളത്? ഞാനിട്ട ഫേസ്ബുക്ക് പോസ്റ്റിനടിയിൽ വന്ന് ആക്ഷേപിച്ചവർക്ക് അവരോട് എന്ത് ചോദിക്കാനാണ്? അപ്പൊ ഇതാണ് നമ്മുടെ അവര് പറഞ്ഞ് ഞങ്ങളെ പിന്നെ കേസിന്റെ പൂർത്തീകരിക്കാനാണെന്നൊക്കെ പറഞ്ഞ് ആദ്യത്തെ അവൾ സഹകരിച്ചു. അപ്പൊ ഇതുപോലത്തെ ആൾക്കാരാണ് നമ്മുടെ നാട്ടിലുള്ളത്. അതിനൊന്നും ഞങ്ങളാരും മുഖവിലക്കെടുക്കുന്നില്ല. മകൾക്കത് എന്തെങ്കിലും വിഷമമുണ്ടായി? ഇല്ലില്ല, അവൾക്ക് കാര്യം മനസ്സിലായി. അവളെ അച്ഛനെതിരെ നടക്കുന്ന ആക്രമണം എന്നും കാണുന്നവളായതുകൊണ്ട് അവൾക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെ അത്തരത്തില് അനാവശ്യമായിട്ട് കുട്ടികളൊക്കെ ഇതിലേക്ക് വലിച്ചഴിക്കരുത് എന്നത് ഇടയ്ക്ക് എനിക്കൊന്ന് കഴക്കൂട്ടത്താണ്. VM മത്സരിക്കുന്ന സമയത്ത് ഇതുപോലൊരു, അതാണ് ഞാൻ പറഞ്ഞ അങ്ങനത്തെ, ഞാൻ പറഞ്ഞില്ല, ഇതൊരു എല്ലാ പാർട്ടിയിലും ഉള്ള ഒരു ഗ്രൂപ്പാണിത്. ഇപ്പൊ CPM ഗുണ്ടകൾ അല്ലെങ്കിൽ കോൺഗ്രസ് ഗുണ്ടകൾ എന്ന് ഞാൻ പറയുന്നില്ല, ലീഗ് ഗുണ്ടകൾ എന്ന് ഞാൻ പറയുന്നില്ല. CPM-ലും കോൺഗ്രസിലും ലീഗിലും എല്ലാമുള്ള ഒരു തീവ്രവാദ ഗ്രൂപ്പാണ്. എൻ്റെ ഫേസ്ബുക്ക് പേജുകളുടെ അല്ലെങ്കിൽ എൻ്റെ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടിൻ്റെ താഴെ നിങ്ങൾ നോക്കിയാൽ അറിയാം. അങ്ങനെയുള്ളൊരു ഗ്രൂപ്പാണ് ഇത് ചെയ്യുന്നത്. PFI എലമെൻ്റാണ് ആദ്യ കാലം മുതലേ, ഞാൻ പൊതുരംഗത്ത് വന്ന കാലം മുതലേ ആക്രമിക്കുക. അതിൽ LDF-കാരുണ്ട്, UDF-കാരുണ്ട്, ലീഗ് എല്ലാവരും ഉണ്ട്. അതിനകത്തുള്ളൊരു വിഭാഗമാണ് ഇത് ചെയ്യുന്നത്. അതിനീചമായ ഒരു പ്രചാരണം നടത്തുന്ന ഒരു വിഭാഗമാണ്. അത് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. ആദ്യം ഒരു എന്താ പറയാ, ഒരു കോമഡി കഥാപാത്രമാക്കി ആളെ ഡീഗ്രേഡ് ചെയ്തിട്ട് അങ്ങനെയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എപ്പോഴും കുമ്മനം രാജേട്ടനെ
PM, അതായത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ് അദ്ദേഹത്തെ കൈപിടിച്ച് മെട്രോയിൽ കയറ്റുന്നത്. അല്ലാതെ അദ്ദേഹം അവിടെ പോയിട്ടൊന്നും, അദ്ദേഹം പോവാനെ പ്രധാനമന്ത്രിയെ അദ്ദേഹം കൊണ്ടുപോവാണ്, അനുഗമിക്കുകയാണ്. അദ്ദേഹം മാറി നിൽക്കുകയാണ്. നിങ്ങൾ ആ സീൻ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം. രാജേട്ടനെ പോലെ ഒരു മനുഷ്യൻ മാറി നിൽക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തെ PM കൈപിടിച്ച് കയറ്റി അവിടെ ഇരുത്തുകയാണ്. ഒരു യാത്രക്കാരനെ പോലെ അദ്ദേഹത്തിന് സഞ്ചരിക്കുന്നതിൽ എന്താണ് കുഴപ്പം? PM മെട്രോയിൽ ആലോചിക്കണം നിങ്ങൾ, എന്ത് നീചമായ ആക്രമണമാണ്. ഒരു പേര് തന്നെ അതിൻ്റെ പേരിലുണ്ട്. അതായത് മെട്രോയിൽ ഉദ്ഘാടന സമയത്ത് PM യാത്രക്കാരോടൊപ്പമാണ് സഞ്ചരിക്കുന്നത്. ഒരു യാത്രക്കാരനാവാനുള്ള യോഗ്യത അദ്ദേഹത്തിന് ഇല്ലേ? അതായത് ഒരു മുൻ ഗവർണറായിരുന്ന ഒരാൾക്ക്. അപ്പോൾ അദ്ദേഹത്തെ പ്രധാനമന്ത്രി പിടിച്ച് കയറ്റാണ്. പക്ഷെ അദ്ദേഹത്തെ എത്ര ആക്രമിച്ചു. ഞാൻ പറഞ്ഞു, ഇതാണ് ഈ ഒരു ശക്തികൾ അവർ ചെയ്യുന്ന ഒരു പ്രവൃത്തി. ഇതാണ്. ബാക്കിയുള്ള വിഷയങ്ങൾ അവിടെ ഇരിക്കട്ടെ. അപ്പൊ നമ്മൾ അത്ര നീചമാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ എങ്ങനെയുണ്ട് പ്രവർത്തനത്തിലൊക്കെ? ആൾക്കാരുടെ സപ്പോർട്ട് കൂടിയിട്ടുണ്ടോ? അല്ല, തീർച്ചയായിട്ടും നല്ല രീതിയിൽ നമ്മൾ പോകുന്നുണ്ട്. കാരണം ഇനി എന്താണ് ഭാവി പരിപാടി? ഭാവി ഇത് തന്നെയല്ലേ, നമ്മളെ ഭാവി ഇത് തന്നെ. തൃശ്ശൂര് മത്സരിക്കും എന്ന് പറയുന്നു. നേമത്ത് രാജീവ് ചന്ദ്രശേഖർ, കഴക്കൂട്ടത്ത് വി മുരളീധരൻ തൃശ്ശൂർ എടുക്കാൻ. ഇല്ല, അങ്ങനെ എന്റെ കാര്യത്തിൽ അങ്ങനെ തീരുമാനം ഇല്ല. നേമത്തെ കാര്യം കഴിഞ്ഞ ദിവസം അല്ല, അത് രാജീവേട്ടൻ പറഞ്ഞു. രാജീവേട്ടനോട് അവര് എന്തെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കാണും. ബാക്കിയൊന്നും അങ്ങനെ ആയിട്ടില്ല. നമ്മളിപ്പോ ലോക്കൽ ബോഡി കഴിഞ്ഞിട്ടേ ബാക്കി. തൃശ്ശൂര് നല്ല സാധ്യതയില്ലേ? അല്ല, സാധ്യതയുള്ളടുത്ത് എല്ലാം പോയി നിൽക്കുക എന്നുള്ളത് അങ്ങനെയല്ലല്ലോ. അതൊക്കെ അവർ ആലോചിച്ചിട്ട്, പാർട്ടി ഇപ്പോൾ ഞാനല്ലല്ലോ ആലോചിക്കുന്നത്. പാർട്ടി കൃത്യമായിട്ട് ആലോചിച്ചിട്ട് സുരേന്ദ്രൻ ഇന്നലെ നിൽക്കണം, അല്ലെങ്കിൽ ഇത്തവണ മത്സരിക്കേണ്ട തെരഞ്ഞെടുപ്പ് നോക്കിയാൽ മതി, എന്ത് തീരുമാനം എടുക്കാം. അത് പാർട്ടിയുടെ തീരുമാനമാണ്. വയനാട്ടില് ഞാൻ ആഗ്രഹിച്ചിട്ടല്ലല്ലോ പോയത്. നിയമസഭാ ഇലക്ഷനില് ഇത്രയും എന്താ പറയാ സാധ്യതയുള്ള ഒരു ഇലക്ഷനില് അങ്ങനെ പറയൂ? അല്ല, അങ്ങനെയല്ല. അത് എന്ത് വേണമെന്ന് ഇപ്പൊ ഞാൻ മത്സരിക്കേണ്ട. ഇപ്പൊ കഴിഞ്ഞ തവണ VM പറഞ്ഞു VM ഇലക്ഷൻ മാനേജ് ചെയ്യണമെന്ന്. മനസ്സിലായില്ലേ? അതല്ല, സെൻട്രൽ പാർട്ടിക്കും അതിനൊരു ഓരോരുത്തരെ പറ്റി കാഴ്ചപ്പാടുകളുണ്ടല്ലോ. ഇപ്പൊ വയനാട് ഞാൻ മത്സരിക്കണം എന്ന് വിചാരിച്ചല്ലേ. ഞാൻ എൻ്റെ മണ്ഡലമായിരുന്ന പത്തനംതിട്ടയിൽ മത്സരിക്കാനില്ലെന്ന് പറഞ്ഞ് പോന്ന ആളാണ്. പക്ഷെ അവസാന റൗണ്ടിൽ രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ അനുസരിച്ചു. ഇനിയിപ്പോൾ നാളെ നിങ്ങൾ ഈ ഇലക്ഷൻ മാനേജ് ചെയ്യാൻ വേണം എന്ന് പറഞ്ഞാൽ, ആ ടീമിൽ വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ ചെയ്യും. എല്ലാം അവിടെയാണ്. പക്ഷെ BJP ഭയങ്കര ആത്മവിശ്വാസത്തിലാണല്ലോ. അങ്ങ് തന്നെ നിശാന്തിന്റെ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു പാർട്ടി ഭരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അല്ലാതെ ഭരിക്കാനല്ല ഞങ്ങൾ എന്തിനാ വേണ്ടിയിരിക്കുന്നത്. ഞങ്ങൾ ഭരിക്കാൻ തന്നെയാണെന്ന്. ഞാൻ ചോദിക്കട്ടെ, അത് ഈ ഇലക്ഷനിൽ 2024 ഉണ്ടാവോ ഇല്ലയോ എന്നുള്ളത്. അല്ലല്ലോ, ഒറീസയില് 17% ഉണ്ടായിരുന്നല്ലോ, ആസാമിൽ 10-15% ഉണ്ടായിരുന്നല്ലോ, ത്രിപുരയിൽ 2% ഉണ്ടായിരുന്നു. അതുകൊണ്ട് അങ്ങനെ BJP ആർക്കും അണ്ടർ എസ്റ്റിമേറ്റ് എഴുതി തള്ളാൻ കഴിയില്ല. പക്ഷെ ഇവിടുത്തെ ഡെമോഗ്രഫി അതൊന്നും പ്രശ്നമില്ല. ആസാമിലും നല്ല 37% മുസ്ലിങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി BJPയെ എതിർക്കാനിരിക്കുകയാണെന്ന് ഞാൻ പറയുന്നില്ല. കുറച്ചുപേരുണ്ടാവും. അതുകൊണ്ട് അങ്ങനത്തെ ഭീഷണിയൊന്നുമില്ല. ഈ ക്രിസ്ത്യൻ സഭകളെ കൂടെ നിർത്താൻ അങ്ങ് പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ കുറച്ച് വർക്കുകൾ ചെയ്തിരുന്നു. എന്താ സ്നേഹയാത്ര സഭകളെയല്ല, ക്രിസ്ത്യൻ സമൂഹത്തെ. അപ്പോ ഇപ്പൊ മുനമ്പം ഇഷ്യൂല് BJP വളരെ അവരുടെ കൂടെ നിൽക്കുന്നു. അത് ഇപ്പൊ അതിലെന്തെങ്കിലും മാറ്റം വന്നോ, അല്ലെങ്കിൽ ഈ ഇലക്ഷൻ? ഇല്ലില്ല, അത് കണ്ടിന്യൂ ചെയ്യുന്നതല്ലോ. ഞങ്ങൾ തുടങ്ങി ആ കാലത്ത് 5 വർഷം മുമ്പാണ് നല്ല പരിശ്രമം നടന്നത്. ഇപ്പൊ രാജീവ്ജി വന്നതിന് ശേഷം കുറച്ചുകൂടി അഗ്രസീവായിട്ട് അത് ചെയ്യുന്നുണ്ട്. കാരണം അത് നാച്ചുറലായിട്ടൊരു അലൈൻമെന്റ് വരും കേരളത്തിൽ. ഒരു BJP അല്ലെങ്കിൽ ഒരു ഹിന്ദു ക്രിസ്ത്യൻ അലൈൻമെന്റ് വരും. അപ്പുറത്ത് തീവ്രവാദ എലമെന്റ്സ് ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് വരും. ഈ രാജീവ് ചന്ദ്രശേഖർ ഒരു ടെക്നോക്രാറ്റാണ്, ബിസിനസ്മാനാണ്. ഒരു പൊതുസമൂഹത്തിന്റെ ഒരു പ്രീതി അദ്ദേഹത്തിന് കൂടുതൽ കിട്ടാൻ സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ നെഗറ്റീവ് ആവും? അദ്ദേഹം 12 വർഷം MP ആയിരുന്ന ആളല്ലേ. അദ്ദേഹം തിരുവനന്തപുരത്ത് വരുമ്പോൾ എല്ലാവരും പറഞ്ഞു ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. എന്തായിരുന്നു, നല്ല വോട്ട് പിടിച്ചില്ലേ. അദ്ദേഹത്തിന് യാതൊരു പ്രശ്നവും വരില്ല. കാരണം അദ്ദേഹം ഒറ്റക്ക് വണ്ടി ഓടിച്ചു കൊണ്ടുപോകല്ലോ, എല്ലാവരും ചേർന്നല്ലേ അദ്ദേഹം നയിക്കുന്നു. എല്ലാവരും ചേരുന്നുണ്ടോ എന്നുള്ളതാണ് ഒരു സംശയമില്ല. ഇത് ഞാൻ ചോദിക്കുന്നത്, BJPക്കകത്ത് എന്താണ് ഒരു എക്സാമ്പിൾ പറയാനുള്ളത്? ഞങ്ങൾ തമ്മിലടിക്കുന്നു എന്നുള്ളതിന് എന്താണ്? മാധ്യമ വാർത്തകളാണ്. മാധ്യമങ്ങൾ എപ്പോഴും ഉണ്ടല്ലോ. മാധ്യമ വാർത്തയെ അടിസ്ഥാനമാക്കിയിട്ട് ഒരു മാസത്തിൽ 3 പ്രാവശ്യമെങ്കിലും ബ്രേക്കിംഗ് പോകുന്നതാണ്. അതുകൊണ്ട് ഞാൻ കയറി അന്ന് തന്നെ പറയാൻ തുടങ്ങി, ജനുവരി 14 സുരേന്ദ്രൻ രാജിവെക്കും, അടുത്ത ജൂൺ 6 രാജിവെക്കും. അത് തന്നെ ഉത്തരവാദപ്പെട്ട മാധ്യമങ്ങളാണ്. അങ്ങും പണ്ടും മാധ്യമ പ്രവർത്തകയായിരുന്നല്ലോ ഈ ബ്രേക്കിംഗ് ന്യൂസുകളിൽ. എന്തെങ്കിലും അടിസ്ഥാനം ഉണ്ടായിരുന്നോ ആ വാർത്തകളിൽ?
ഞാൻ പക്ഷെ ചോദിക്കുമല്ലോ അല്ല അതെ, നേരത്തെ. ചോദിക്കാതെ എന്തെല്ലാം കൊടുത്തു ആൾക്കാർ. അല്ല, ചോദിക്കാതെ താങ്കൾ കൊടുക്കില്ല. കൊടുത്തെന്ന് ഞാൻ പറയുന്നില്ല. അതൊന്നും ആരും ഇത് ഈ ഒന്നാമത്തെ വിഷ്വൽ മീഡിയയുടെ ബ്രേക്കിംഗ് ന്യൂസിനെ ആരും വിശ്വസിക്കുന്നില്ല. പിറ്റേ ദിവസം രാവിലെ പത്രം നോക്കുമ്പോൾ അത് ഉണ്ടാവുകയില്ല. അതിന്റെ കാര്യമില്ല. എന്നാലും ആത്മവിശ്വാസത്തിലാണ് ഇത്തവണ ബിജെപി. പിന്നെ തീർച്ചയായിട്ടും ലോക്കൽ ബോഡി ഇലക്ഷൻ കഴിയുമ്പോൾ ആത്മവിശ്വാസം കുറെ കൂടി വർദ്ധിക്കും. അങ്ങേക്കെതിരെയുള്ള കേസിൽ ഇപ്പൊ ഒരു ഡെവലപ്മെന്റ് കഴിഞ്ഞ ദിവസം കണ്ടു. ഇപ്പോ കുറെ കേസുകളുണ്ട്. അതിൽ കൊടകര കുഴൽപ്പണ കേസിലെ ED ഒരു അപേക്ഷ കൊടുത്തിരിക്കുന്നു. കേസ് ED കോടതിയിലേക്ക് അല്ല, മാറ്റണം. അതെന്താ അറിയോ, അത് ടെക്നിക്കലാ, അതിൽ വേറെ ഒന്നുമില്ല. അതായത് ED അന്വേഷിക്കുന്ന കേസുകളിൽ സമാനമായ അതിനോടൊപ്പം അന്വേഷിക്കുന്ന കേസുകൾ ഇത് ട്രയൽ നടത്തേണ്ടത് ED അവരുടെ കോടതിയിലാണ്. ഇവർ തന്നെയാണ് അന്വേഷിക്കുന്നത്, അല്ലാതെ ED കേസ് അന്വേഷിക്കുന്നതല്ല. അതായത് കേസുകൾ എളുപ്പത്തിൽ തീർക്കുന്നതിന് വേണ്ടിയിട്ട് ഇതെല്ലാ കേസിലും ഉണ്ട്. ഇപ്പൊ ED സംസ്ഥാന ഗവൺമെന്റ് അന്വേഷിച്ചുകൊണ്ടിരുന്ന ഒരു കേസ് ED അന്വേഷണം നടത്തുമ്പോൾ ഈ ബേസിക്കലി കവർച്ച കേസല്ലേ? അതെ, ആ ട്രയൽ അവിടെ നടത്തണമെന്നേ പറഞ്ഞുള്ളൂ. അതിനൊന്നും കവർച്ച കേസിൽ EDക്ക് എന്താ റോൾ? EDക്ക് ഒന്നും ചെയ്യാനില്ല. സ്റ്റേറ്റ് ഗവൺമെന്റ് തന്നെയാണ് കേസ് നടത്തുന്നത്, അല്ലാതെ EDക്ക് അതിലൊന്നും ചെയ്യാനില്ല. അത് രണ്ടും കൂടി ഒരുമിച്ച് നടത്തണമെന്നേ പറഞ്ഞതിന് അർത്ഥം. അല്ലാതെ കവർച്ച കേസിൽ രക്ഷിക്കാനാണ് എന്നെ എന്തിനാ കവർച്ച കേസിൽ രക്ഷിക്കാൻ? ഇതൊക്കെ ഒന്നാമത് ആളുകള് ഇതിന്റെ വസ്തുത എന്താണെന്ന് അറിയാതെയാണ് ഈ പ്രതികരണങ്ങൾ നടത്തുന്നത്. ആ കേസിൽ ഒന്നും ആദ്യ ദിവസം മുതലേ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ഡേ ഞാൻ പറഞ്ഞു, ഇതിൽ BJPയെയോ അന്നത്തെ പ്രസിഡന്റ് എന്നുള്ളതിൽ എന്നെയോ ബന്ധിപ്പിക്കാൻ നിങ്ങൾക്ക് ഒരു തരത്തിൽ സാധിക്കില്ല എന്നുള്ളത്. അങ്ങ് സാക്ഷിയാണ് കേസ്. സാക്ഷിയിൽ എന്ത് ബന്ധിപ്പിക്കാൻ? എന്നോട് ചോദിച്ച ചോദ്യങ്ങളൊക്കെ ചോദിച്ചു, ഞാൻ ഉത്തരങ്ങളൊക്കെ പറഞ്ഞു. അത് രാഷ്ട്രീയപരമായിട്ട് ആക്കിയതാണ്, എന്നെ സാക്ഷിയാക്കേണ്ട ഒരു കാര്യം അതിലില്ല. അത് രാഷ്ട്രീയ കേസാണെന്നാണോ പറയുന്നത്? പിന്നെ പണം നഷ്ടപ്പെട്ട അതെ, അതിനെന്താ? പാർട്ടിക്കോ? പാർട്ടിയുടെ പൈസ അല്ലേ? അയ്യോ, കോടതിയിൽ നഷ്ടപ്പെട്ട ആള് രേഖകൾ ഹാജരാക്കി ഇനിയിപ്പോൾ അയാൾ പണം തിരിച്ചെടുക്കും. പാർട്ടിക്ക് ഒരു ബന്ധമില്ല. പാർട്ടിക്ക് എന്താണ് ബന്ധം അതിൽ? പാർട്ടി അതിൽ ഒരു തരത്തിലും ബന്ധപ്പെട്ടിട്ടില്ല. പിന്നെ ഉണ്ടായിരുന്ന ബാക്കി കേസുകളൊക്കെ, വിവാദമായ കേസുകളൊക്കെ അവസാനിച്ചു? ഒന്നും അവസാനിച്ചിട്ടില്ല, അതെല്ലാം നടക്കുന്നു. ഒരു കേസും പിൻവലിച്ചിട്ടില്ല. എനിക്കെതിരെയുള്ള കേസുകളിൽ ശബരിമല കേസുകളാണ് ഒരു 70%. ആ കേസുകളെ ഇദ്ദേഹം പിൻവലിക്കും, മുഖ്യമന്ത്രി എല്ലാം പിൻവലിക്കും എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു കേസും പിൻവലിച്ചു. ആരുടെയും പിൻവലിച്ചിട്ടുണ്ടോ? ഏതോ ചില നാമജപങ്ങളുടെയൊക്കെ പിൻവലിച്ചു എന്ന് പറയുന്നു, പക്ഷെ ഞങ്ങളുടെ ആരെയും പിൻവലിച്ചിട്ടില്ല. താങ്കൾക്കെതിരെ ഉണ്ടായിരുന്നത് ക്രിമിനൽ കേസാണ്. ക്രിമിനൽ കേസ് എന്ന് പറഞ്ഞാല് സംസ്ഥാനത്ത് നടന്ന ഹർത്താലുകളുടെ എല്ലാ കേസും ഒരുമിച്ച് കൂട്ടിയിട്ട് നമ്മള് ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുമില്ല, അവിടെ ഒന്നും പോയിട്ടുമില്ല. ഒരേ ദിവസം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ 70 കേസുകൾ എൻ്റെ പേരിലുണ്ട്. ഞാൻ എന്താ മായാവിയാണ്? കാസർഗോഡ് കണ്ട് അത് കഴിഞ്ഞിട്ട് അവിടുന്ന് കുമ്പിടിയാണ്. 70 സ്ഥലത്തേക്ക് ഞാൻ അതെ ഒരേ സമയം. പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് അങ്ങനെ വരുന്നതാണോ? പ്രസിഡന്റ് ആവുന്നതിന് മുമ്പാണ്. ഇതൊന്നും അർത്ഥമല്ല ഇത്. പിന്നെ ഇതിങ്ങനെ നീട്ടി കൊണ്ടുപോകും. പിന്നെ ഇലക്ഷൻ വരുമ്പോൾ ഒരു 17-18 ലക്ഷം രൂപ ചെലവ്. ആകെയുള്ള പൈസയിൽ ചെലവാക്കാൻ പറ്റുന്ന പൈസയിൽ ഒരു 4-1 പത്രത്തിൽ പരസ്യം കൊടുക്കാൻ. 3 പത്രത്തിൽ പരസ്യം കൊടുക്കണം. കഴിഞ്ഞ തവണ എനിക്ക് തോന്നുന്നു 16-17 ലക്ഷം രൂപ ചെലവ്. എന്തിന്? ഈ പത്രപരസ്യം കൊടുക്കാനേ. ഇത്രയും കേസുകളുണ്ട്, ഇത്രയും പേജില്ലേ, 300 കേസിന്റെ നമ്പർ മാത്രമല്ലല്ലോ, വകുപ്പ്, ഏത് കോടതി, സ്റ്റാറ്റസ്, ഇതെല്ലാം ചേർന്ന് ഒരു 4-5 പേജാണ്. അങ്ങനെ 3 തവണ കൊടുക്കണം. 3 തവണ ചാനലിൽ കൊടുക്കണം. എനിക്കറിഞ്ഞൂടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത് എന്ത് ചട്ടമാണെന്ന്. അത്രയും പൈസ ചെലവാണ്. അങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നു. ഈ കേസുകളിൽ മാത്രമല്ല, എല്ലാ കേസിലും ഉണ്ട്. അതായത് എല്ലാവർക്കും 300 ഉണ്ടാവില്ലല്ലോ, 2-3 ഉണ്ടാവുള്ളൂ. അത് ചെറിയൊരു കുളത്തിലല്ലേ കൊടുക്കണ്ടുള്ളൂ. നമുക്ക് 4 പേജ് വരും. 4 പേജ് 3 പത്രം, അത് തന്നെ ചാനലിലും. ഒന്ന് ആലോചിച്ച് നോക്ക്. ഇതൊന്നും ആരും ചർച്ച ചെയ്യുന്നേ. അതായത് 90 ലക്ഷം രൂപയാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മറ്റു ചെലവാക്കാനുള്ളത്. അതിൽ 17 ലക്ഷം രൂപ ഇതിന് തന്നെ പോകും എനിക്ക്. അതും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പ് ചെലവായിട്ടാണോ? പിന്നെ ചെലവ് ഞാൻ ചെലവാക്കുന്നതല്ലേ. വിചിത്രമായ കാര്യങ്ങൾ അത് തെരഞ്ഞെടുപ്പ് ചെലവിൽ വരും. അപ്പൊ മറ്റുള്ള സ്ഥാനാർത്ഥികളുടെ ചെലവ് പോലെയല്ല എനിക്ക്. അത് കുറച്ചിട്ട് എൻ്റെ എനിക്കിത് മുഴുവൻ കാണിക്കണം. അപ്പൊ ഏതൊക്കെ തെരഞ്ഞെടുപ്പിൽ ഇത്രയും പൈസ ചെലവ്? എനിക്ക് 2019 ലോക്സഭ, 20 കോന്നി ഉപതെരഞ്ഞെടുപ്പ്, 21 നിയമസഭ, 24 ലോക്സഭ, ഇത്രയും തെരഞ്ഞെടുപ്പിലും എനിക്ക് ഇത്രയും പൈസ ചെലവായി.
ഇതൊക്കെ പാർട്ടി തന്നോ? അല്ല, അത് ഇലക്ഷൻ ചെലവാക്കുന്ന പണത്തിൽ നമ്മൾ കണക്ക് കാണിച്ച് കൊടുക്കുന്നല്ലേ. അത് വലിയൊരു എമൗണ്ട് അപ്പൊ സർക്കാരിലേക്ക് അങ്ങ് അതെ കൊടുക്കും. അതെ ഇലക്ഷൻ ചെലവിലേക്ക് ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്ത ആള് എന്നുള്ള അങ്ങനെ ഒരു പേരും കൂടെ വരുമായിരിക്കും. അത് ആൾക്കാർക്ക് അറിയാത്തോണ്ടാ ഇത്രയും പൈസ ചെലവാക്കുന്നത്. ക്രോഡ്സിന്റെ അടുത്ത് എത്തിണ്ടാവും അല്ലേ? 1 കോടിയുടെ അടുത്ത് എത്തിണ്ടാവോ എല്ലാ ഇലക്ഷൻ കൂടി ആകുമ്പോൾ ഉണ്ടാവുമായിരിക്കും അല്ലേ? അപ്പൊ ഇനിയും അങ്ങക്ക് തെരഞ്ഞെടുപ്പില് ഇഷ്ടംപോലെ മത്സരിക്കാൻ പറ്റട്ടെ. നിയമസഭാ ഇലക്ഷന് മുമ്പ് നമുക്ക് ഇതുപോലെ വീണ്ടും ഇരിക്കാൻ പറ്റട്ടെ. തീർച്ചയായിട്ടും. താങ്ക് യു. Chapter 4. A chapter with endless stories.